ഒരു ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ. കാരണം എന്താ അറിയോ, എന്താ പറ്റിപ്പോയെന്നറിയോ, മുടി എന്നിട്ട് മിസ് ഭയങ്കര എത്തിയല്ലോ. കൊണ്ടേക്കാൻ പോവാണല്ലോ. ഒരാളെ ക്യൂസിംഗ് സ്റ്റോറിന്ന് ലൊക്കേഷൻ ഇട്ടതാണ്, കസ്റ്റം സ്റ്റോർ. ഇംഗ്ലീഷൊക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല. ഹലോ, ആരാ എടുത്ത ബുക്ക് ചെയ്തതാരാ? ഞാനാ. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് എന്നിട്ട് വേറെ ഏതോ ഗുദാമിലേക്ക് അയാൾ പോകുമ്പോ എനിക്ക് തോന്നി ഇതെന്താ ഇങ്ങോട്ട് പോകുന്ന. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോ ക്യൂസിംഗ് സ്റ്റോർ എന്നല്ല മൂപ്പരാള് കസ്റ്റം സ്റ്റോർ എന്നൊക്കെ അടിച്ചു വെച്ചേക്കാം. എന്നിട്ട് വലിയ മമ്മൂട്ടി അവിടെ നോക്കിയാ. ഇവിടെ നല്ല വെയിലാണ്, പൊരി വെയില. പക്ഷെ അങ്ങനെ ചൂടൊന്നുമില്ല. അതിന്റെ ശരിക്കും എന്താ ലിറിക്സ് മറന്നുപോയി. हो जाइए. बस और कर 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 पटोली पड़ ദർവാസ ബന്ദ് കരോ. അല്ല, ഡോർ അടക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? ബുദ്ധ അച്ഛമ്മളങ്ങോട്ട് പോകുന്നേ. എവിടേക്കോ പോവാ. കുടിക്കാൻ എന്താണ്? ചെമ്മീന. നീ ചെമ്മീൻ കഴിക്കൂലേ? ആ ചെമ്മീൻ്റെ ഉമ്മയപ്പൊക്കെ ആലോചിച്ചൊക്കെ. അതല്ല മീന്. എനിക്ക് കൈ വറക്കുന്നു. ഇതെന്തോ അവര് കഴിച്ചു നോക്കി. പിരിച്ചിടാ ഇട്ടോക്ക്. ഓർമ്മ ഉണ്ടോ പഠിപ്പിച്ചെന്നേ? ചൂടി വിരിച്ച ഓർമ്മ. എനിക്കൊരു വൃത്തിയില്ലാത്ത എങ്ങനെ ചെയ്തിട്ടൊരു മെനയാവണില്ല. എടാ, ഇത് ചൂടിയല്ല, ഇതെന്റെ മുടിയാ. വേറെ വേണ്ട മോളെ. അത് കുഴപ്പമില്ല മോളെ. ഞാൻ ഇവിടെ വരെ എത്തി. ആദ്യമായിട്ട് എത്ര കിട്ടണേ. ഹാസി ബീങ് ദ ആമസോൺ ഗ്രീൻ ഫോറസ്റ്റ്. ഇല്ല, ഈ അടിപൊളിയാ പറഞ്ഞു. ചിക്കാതെ ഒഴിവാക്കണം. ഏത് ചിക്കനെ ചിക്ക് ബുക്ക് റൈലേ. Oh, you mean you're curling? No. Yeah. തലപൊള്ളി. വന്നുകൂടെ മുടിയേ.
ഓക്കെ എന്താ പറ്റിപ്പോയെന്നറിയോ? മുടി എന്നിട്ട് മിസ്. എന്നാലും എനിക്ക് തരുന്ന ട്രസ്റ്റ് ഉണ്ടല്ലോ. മുടി മുറിക്കേണ്ടി വരുമോ? ചീർപ്പൊന്നും കൂടി കിട്ടിയ ചീർപ്പിനുള്ള കുടുങ്ങി പോയി. എനിക്കൊന്നും മനസ്സിലായി. അല്ലാണ്ട് മുടി ചേർപ്പുമ്പോ കുടിക്കുന്നതല്ല. ചീർപ്പ് മുടി നമ്മൾ ഇഷ്ടത്തിലായിരുന്നു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെയല്ലേ ഞാൻ വിചാരിച്ചിനി. ഓക്കെ സോറി. തല നനക്കാണ്ടൊക്കെ എന്റെ കോൺസെൻട്രേഷൻ പോകണം. ഓട്ടോബോക്കില് നമ്മള് ഇന്ന് പോകുമ്പോ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ. കാരണം എന്താ അറിയോ, അവിടെ ഞാൻ ആക്ച്വലി കാലുണ്ടാക്കാൻ പോയി ഓട്ടോബോക്കിൽ. എന്നിട്ട് അവിടെ ഉള്ളവർക്ക് ഭയങ്കര കാര്യം. അവർ പറയാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ആംപ്യൂട്ടീസ് ആണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ അവിടെ വരും. പക്ഷേങ്കിലും ഞാനിങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കണോണ്ട് എന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ് ആക്ച്വലി. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ അവിടെ ബാംഗ്ലൂർ ഓട്ടോബോക്ക്, അതായത് കോർമംഗലയിലുള്ള ഓട്ടോബോക്കിൽ കയറി ചെല്ലുമ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് 2 ഫോട്ടോ ആണ് ഉണ്ട്. ഞാനൊന്ന് നടക്കണതും ഒന്ന് ഇരിക്കണതും. കാലില്ലെങ്കിൽ എന്താ, അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, സ്നേഹം ഉണ്ടല്ലോ, അതൊന്നൊരു വിഷയമല്ല അല്ലേ? ഈ മുടി ഇങ്ങനെയല്ല, ഞാനിത് കെട്ടണം. മുടി ഒക്കെ ഒരു ലെങ്ത്താണ് പിന്നെ കെട്ടുന്നത്. ഒക്കെ ഓരോ മുകളിൽ ഓരോ ലെങ്ത്താണ്. അതിനെയാണ് നമ്മൾ ലെയർ കട്ട് എന്ന് പറയുന്നത്. ചെടലേ സുന്ദാപ്പി ആയോ? കാലുണ്ടാക്കണ ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ എടോ ഇവിടെ തന്നെ കാണാം എന്റെ ഫോട്ടോ. എന്റെ മോളെ, കേറിക്കോ കേറിക്കോ കേറിക്കോ. അതാരാണ് ഗായ്സ്? അടുക്ക്. അത് നാന്. കാണുമ്പോ എല്ലാവർക്കും ഇത് പോലല്ലേ, അപ്പൊ അതുകൊണ്ട് പറ്റില്ല. ഹലോ ഹലോ. ആരാ? ഇവിടുന്നല്ലേ ആദ്യം കാലിട്ട് നടന്നത്? ഇവിടെ കാണിക്കാൻ വരുന്നൊരവസ്ഥ അല്ലേ അന്നെ നോക്കി കാണിച്ചിട്ട്. ഇതാ ഇമ്പോർട്ടന്റ്.
എന്താ എന്താ ഉണ്ടായി? എടാ ഞാൻ വലിയാണായി ഒന്ന് ആലോചിച്ച് നോക്ക്. ഓട്ടോബോട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരിക്കലും എന്ത് ഇഷ്ടം അറിയോ, ഒരിക്കലും എന്തോരം വാല്യൂ ഉണ്ടെന്ന് അറിയോ. ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മളെ ആ ഒരു കോൺഫിഡൻസിനൊക്കെ എത്രയും വില കൊടുക്കേണ്ടത് മനസ്സിലാവുമ്പോൾ അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. സോ എനിക്ക് ഇന്നും തന്നെ ഭയങ്കര ഇഷ്ടമായി. ഐ ലവ് യു. നിറച്ച് വരണം. എല്ലാം കഴിഞ്ഞു. നാട്ടിൽ പോയിട്ട് വീണ്ടും ചൂപ്പത്തേക്ക് സവായ മോഡ് ഓൺ. ബാംഗ്ലൂരിന് തിരിച്ചു പോകുമ്പോൾ എപ്പോഴും ഒരു സങ്കടം. കാരണം എനിക്ക് ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടെ ട്രാഫിക് പറയുന്നുണ്ടെങ്കിലും എന്തോ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു പീസ് ആണ്. എനിക്ക് തടി വേണ്ടേ. ഞങ്ങൾ ഇന്ന് ഫേസ് മാസ്ക് എന്താണത്? ഇത് എന്നിട്ടാണ് ഇതിൻ്റെ പേര് എന്നിട്ടാണ് ഗ്ലൂട്ടാഹയ. സോറി, മൈ തൃശ്ശൂർ ആക്സെന്റ് ജസ്റ്റ് ഗോട്ട് ആക്ടിവേറ്റഡ്. ഓക്കെ, കാലില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക, ഈ ബസ്സിൽ നമുക്ക് എല്ലാ ലഗേജ് വെക്കണോടത്ത് ലഗേജ് വെക്കണ്ട. കണ്ട ഇവിടെ ഉള്ള കണ്ട സാധനം ഫുള്ള് ഇവിടെ ഉണ്ടാവും. കാരണം എന്താ, കാലിൻ്റെ സ്പേസ് ഫ്രീ ആണ്. സോറി. എന്നെയാണോ അമൃതാജിയാണോ ഇഷ്ടം? ആജിനെ. അപ്പോൾ ആജിനെ ഇഷ്ടമായ ആജിൽ അമൃതാഞ്ചി മേടിച്ചത്. അപ്പോൾ ഒറ്റ കിട്ടുമല്ലോ. മോയ്സ്ചറൈസർ വിചാരിക്കും അപമാനിക്കുകയാണോ എന്നെ?